നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ന് വിജയദശമി. അറിവിന്റെ ലോകത്തേക്ക് അക്ഷരപൂജയുടെ പുണ്യവുമായി ഹരിശ്രീ കുറിച്ച് കുരുന്നുകൾ. ജില്ലയിൽ വിവിധയിടങ്ങളിൽ വിദ്യാരംഭ ചടങ്ങുകൾ. പെൺകുട്ടികൾക്കായി സ്വയരക്ഷാ പരിശീലന പരിപാടി ആർച്ച. പഠിതാക്കളായി കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയേഴ്സ്. പിടികിട്ടാപ്പുള്ളി 20 വർഷത്തിന് ശേഷം പിടിയിൽ. പോണ്ടിച്ചേരി സ്വദേശി ഗണേശനെ വലയിലാക്കിയത് കണവം പോലീസ്. അറസ്റ്റ് 3 പേരെ ലോറിയിടിച്ച കേസ്. വാർത്തകൾ വിശദമായി. വിജയദശമി ദിവസമായ ഇന്ന് കണ്ണൂരിൽ പൊതുകേന്ദ്രങ്ങളിലും ക്ഷേത്രങ്ങളിലും എഴുത്തിനിരുത്തൽ ചടങ്ങ് നടന്നു. അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കാൻ കുരുന്നുകൾ വിവിധ ക്ഷേത്രങ്ങളിലും പൊതുകേന്ദ്രങ്ങളിലും എത്തി. പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിൽ എഴുത്തിനിരുത്തൽ ചടങ്ങിൽ പങ്കെടുക്കാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിയത്. ക്ഷേത്രം തന്ത്രി കൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിൽ എഴുത്തിനിരുത്തൽ ചടങ്ങിൽ പങ്കെടുക്കാൻ ആയിരങ്ങളാണ് എത്തിയത്. രാവിലെ മുതൽ ചടങ്ങ് ആരംഭിച്ചു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പേരെ എഴുത്തിനിരുത്തുന്ന ക്ഷേത്രം കൂടിയാണ് പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം. ക്ഷേത്രങ്ങൾക്ക് പുറമെ ജില്ലാ ലൈബ്രറിയിലും എഴുത്തിനിരുത്തൽ ചടങ്ങ് നടന്നു. കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകി സ്പീക്കർ AN ഷംസീർ. ഇല്ലിക്കുന്നിലെ ഹെർമൻ ഗുണ്ടർട്ട് ബംഗ്ലാവിലാണ് സ്പീക്കർ കുരുന്നുകളെ എഴുത്തിനിരുത്തിയത്. ഹരിശ്രീ ഗണപതിയെ നമ എന്ന് പറഞ്ഞ് കുരുന്നുകളെ അരിമണിയിൽ കൈപിടിച്ച് സ്പീക്കർ എഴുതിക്കുകയായിരുന്നു. കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ K. വിജയനും കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകി. ഗുണ്ടർട്ട് മ്യൂസിയം സ്ഥാപിച്ച് ഏതാണ്ട് 1 വർഷം തികയുകയാണ്. ഇത്തരമൊരു ഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുള്ള ഇത്ര മനോഹരമായ മ്യൂസിയം ഇവിടെ സെറ്റ് ചെയ്യുന്നുള്ള കാര്യം ഹെറിറ്റേജ് ടൂറിസത്തിന്റെ ഭാഗമായി പൊതുസമൂഹത്തിന്റെ കൂടി ശ്രദ്ധയിൽ കൊണ്ടുവരാണ് ഇത്തരം ഒരു ചടങ്ങുകളെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത്തവണ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകളുടെ വന്നിട്ടില്ല. ഞങ്ങൾ ഇത്ര ആളുകളെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞങ്ങളൊരു തുടക്കം എന്ന നിലയിൽ പൈതൃക ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള തുടക്കം എന്ന നിലയിലാണ് ഈ വിജയദശമി ദിനത്തിൽ ആദ്യാക്ഷരം കുറിക്കുന്ന ചടങ്ങ് ഇവിടെ മാറ്റിയിട്ടുള്ളത്. അതോടൊപ്പം ഈ ചടങ്ങിന്റെ പ്രത്യേകത, നമ്മുടെ പുതിയ ചുമതലയെടുത്ത കളക്ടർ ആദ്യമായി തലശ്ശേരിയിൽ വരികയാണ്. അരുൺ K. വിജയൻ ആദ്യമായി അദ്ദേഹത്തെ തലശ്ശേരി ജനങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ജാതിമത ഭേദമന്യേ കുട്ടികൾ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുവെന്നും ഭാവിയിൽ ഹെർമൻ ഗുണ്ടർട്ട് മ്യൂസിയം വലിയൊരു വിദ്യാരംഭ കേന്ദ്രമായി മാറുമെന്നും സ്പീക്കർ പറഞ്ഞു. സാധാരണ തലശ്ശേരി ഹെർമൻ ഗുണ്ടർട്ട് പ്രതിമയ്ക്ക് മുന്നിൽ വിദ്യാരംഭം നടത്താറുണ്ട്. മ്യൂസിയം സ്ഥാപിച്ച ശേഷം ആദ്യമായിട്ടാണ് എഴുത്തിനിരുത്തൽ ചടങ്ങ് നടക്കുന്നത്. അറിവിൻ്റെ ആദ്യാക്ഷരം പകർന്ന് MLA രാമചന്ദ്രൻ കടന്നപ്പള്ളി. ഏച്ചൂർ കനകച്ചേരി ശ്രീകൂറുമ്പക്കാവിൽ ഈ വർഷം ഇതാദ്യമായി നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായി നടത്തിയ വിദ്യാരംഭം കുറിക്കൽ ചടങ്ങാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തത്. വിദ്യ എന്നത് വിശ്വമാനവികതയും സ്നേഹവും മതേതരത്വവും ഉയർത്തിപ്പിടിക്കാനുള്ള ചാലകശക്തിയാണ് എന്ന് കടന്നപ്പള്ളി പറഞ്ഞു. കനകച്ചേരി ശ്രീകൂറുമ്പക്കാവ് നവരാത്രി ആഘോഷ പരിപാടികൾ എല്ലായിടങ്ങളിലും ഇന്ന് ആചരിച്ച് ഇന്ന് സമാപിക്കാം. ഗ്രന്ഥപൂജയും ഇന്ന് ഗ്രന്ഥമെടുപ്പം കഴിഞ്ഞാൽ അക്ഷരം കുറിക്കുന്ന ഏറ്റവും അനർഘമായ ചടങ്ങ് കൂടി സമാപിച്ചു കഴിഞ്ഞാൽ അക്ഷരലോകത്തേക്ക് നിങ്ങളെപ്പോലെ പ്രിയപ്പെട്ട കുരുന്നു മക്കൾ കടന്നു വരുന്നതോടുകൂടി ഒരു ചൈതന്യവും അനുഗ്രഹീതമായ കരുത്തും ദൈവികമായ അനുഗ്രഹം ലഭിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. ദേവജ്യോത് എന്ന കുട്ടിക്ക് ആദ്യാക്ഷരം പകർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കാരാട്ട് ബാബു, സെക്രട്ടറി EK രഞ്ജൻ, ട്രഷറർ ബാബു ചക്കിക്കുളം, MV സുധാകരൻ, പന്നിൻകണ്ടി ശ്രീജിത്ത്, V സ്വരാജ്, G രാജേന്ദ്രൻ, KP ദിനേശൻ, P സന്തോഷ്, N ബാലൻ, MK പവിത്രൻ, C ദിവ്യേഷ്, വിനോദ് എന്നിവർ നേതൃത്വം നൽകി. ഏച്ചൂർ കൊയ്യാൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കാലടി സംസ്കൃത സർവകലാശാല അധ്യാപകൻ ബ്രഹ്മശ്രീ കൊമ്പംകുളം വിഷ്ണു സ്വാമിയാജിപ്പാടും, മുണ്ടേരിക്കാവ് ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ഗജാനൻ ഗോവിന്ദൻ നമ്പൂതിരിയും വിദ്യാരംഭത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. മുണ്ടേരി ശ്രീ എടക്കടമ്പേത്ത് ഭഗവതി ക്ഷേത്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേത്രത്തിൽ ആരംഭിച്ച ഗുരുദേവ ഗ്രന്ഥാലയം പ്രവർത്തനം ആരംഭിച്ചു. കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി VK പ്രകാശിനി ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി സാമ്രാജ്യമുള്ള സംസ്ഥാനമാണ് കേരളം. 10,000-ലേറെ ലൈബ്രറികളുണ്ട്.
അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ലൈബ്രറികളുള്ള ജില്ല. 1000-ലേറെ ലൈബ്രറികൾ, അഫിലിയേറ്റഡ് ലൈബ്രറികൾ കണ്ണൂർ ജില്ലയിലുണ്ട് എന്നുള്ളതും ഏറെ പ്രത്യേകതയുള്ളതാണ്. അവിടെയാണ് കണ്ണൂർ ജില്ലയിലെ ഒരു MP, സാധാരണ ജനപ്രതിനിധികളുടെ റോള് എന്ന് പറയുന്നത് നാടിന്റെ വികസനം, റോഡുകൾ ഉണ്ടാക്കുക, പാലങ്ങൾ ഉണ്ടാക്കുക, ആശുപത്രികൾ ഉണ്ടാക്കുക തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഒരു MP-യുടെ ലക്ഷ്യം. നമ്മളെല്ലാം ജനപ്രതിനിധികളെ കാണുന്നതും അങ്ങനെയാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാംസ്കാരിക മേഖലയിലുള്ള ഇടപെടൽ, അതായത് കൂടുതൽ വായനശാലകൾ നമ്മുടെ ജില്ലയിൽ ഉണ്ടാവണം. വായനശാല പൊതുവിടങ്ങളാണ്. മനുഷ്യര് ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ വിഘടിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് പൊതുവിടങ്ങളുടെ വ്യാപനം ഈ സമൂഹത്തിന്റെ കൂടിച്ചേരലുകൾ വളരെ അത്യാവശ്യമാക്കുന്നു. അതുകൊണ്ട് ജാതി മറന്ന് മതം മറന്ന് നമ്മളിപ്പോ കൂടിയിരിക്കുമ്പോൾ വലതുചുമലിൽ ആരാണ്, ഇടതുചുമലിൽ. ഗ്രന്ഥാലയ പ്രസിഡന്റ് E. നാരായണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പുരുഷോത്തമൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. CK മാധവിയമ്മയുടെ സ്മരണയ്ക്കായി മകൻ അരവിന്ദാക്ഷൻ സംഭാവന ചെയ്ത മേശയും MP ജാനകി അമ്മയുടെ സ്മരണയ്ക്കായി മക്കൾ നൽകിയ അലമാരയും ചടങ്ങിൽ വെച്ച് ഏറ്റുവാങ്ങി. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി TC രാജഗോപാലൻ, ക്ഷേത്രം പ്രസിഡന്റ് P. വിക്രമരാജൻ, PV രാജൻ, PM ഗണേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് വിജയദശമി. അറിവിന്റെ ലോകത്തേക്ക് അക്ഷരപൂജയുടെ പുണ്യവുമായി ഹരിശ്രീ കുറിച്ച് കുരുന്നുകൾ. ജില്ലയിൽ വിവിധയിടങ്ങളിൽ വിദ്യാരംഭ ചടങ്ങുകൾ. പെൺകുട്ടികൾക്കായി സ്വയരക്ഷാ പരിശീലന പരിപാടി ആർച്ച. പഠിതാക്കളായി കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയേഴ്സ്. പിടികിട്ടാപ്പുള്ളി 20 വർഷത്തിന് ശേഷം പിടിയിൽ. പോണ്ടിച്ചേരി സ്വദേശി ഗണേഷിനെ വലയിലാക്കിയത് കണവം പോലീസ്. അറസ്റ്റ് 3 പേരെ ലോറി ഇടിച്ച കേസിൽ. സ്വർണം ഇന്നൊരു ആഭരണമായിരിക്കാം, പക്ഷേ നാളെ അതൊരു സമ്പത്താണ്. വർത്തമാനത്തിന് ആത്മവിശ്വാസം നൽകുന്ന, ഭാവിക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു സമ്പത്ത്. ഇത് കണ്ണൂരിന്റെ സമ്പാദ്യ സ്വപ്നങ്ങൾക്ക് സ്വർണം ചാർത്തുന്ന ആരാധന ജ്വല്ലറി. 2019 ഉപ്പുമുളകും താരങ്ങൾ കണ്ണൂരിന് സമർപ്പിച്ച ആരാധന ജ്വല്ലറി ഗോൾഡ്, സിൽവർ, ഡയമണ്ട്, വാച്ചസ് ഇങ്ങനെ 4 കാറ്റഗറികളിലായി കണ്ണൂരിനെ ആഭരണങ്ങൾ അണിയിച്ചുകൊണ്ടേയിരിക്കുന്നു. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ, കണ്ണൂർ, ഫാഹേൽ ആൻഡ് മാലിയ, കുവൈറ്റ്. അയ്യപ്പ ചാർത്തി, കണ്ണൂരിന്റെ സ്വന്തം കൂൾലാൻഡ്. ഐസ്ക്രീമുകളും ഫലൂദയും ഫ്രഷ് ജ്യൂസുകളും ആസ്വദിച്ച് കഴിക്കാൻ ഒരിടം. കൂൾലാൻഡ്, സ്റ്റേഡിയം ബിൽഡിംഗ്, കണ്ണൂർ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Thank you.
Karaikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് പെൺകുട്ടികൾക്കായി സ്വയരക്ഷാ പരിശീലന ക്ലാസ് ആർച്ച സംഘടിപ്പിച്ചു. കുഞ്ഞിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് A. പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ കെ ശ്രീലത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രോഗ്രാം ഓഫീസർ സിന്ധു പടോളി സ്വാഗതം പറഞ്ഞു. സെൻസേമാരായ ഡൊമിനിക് ജോസഫ്, ദിലീപ് TP, വിലാസ് പോള എന്നിവരാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്തത്. CV സംഗീത, M. രേഖ, ഗിരിജ KV എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു. NSS വോളണ്ടിയർ കാർത്തിക മനോജ് നന്ദി പറഞ്ഞു. ചൊവ്വ ശ്രീ മഹാശിവക്ഷേത്രം നവീകരണ കലശം ഫെബ്രുവരിയിൽ നടക്കും. 2024 ഫെബ്രുവരി 7 മുതൽ 17 വരെയാണ് കലശം. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കലശപൂജകൾ നടക്കുക. ഈ വരുന്ന 2024 ഫെബ്രുവരി 7 മുതൽ 17 വരെ തന്ത്രിവര്യന്മാരുടെയും പൂജ ചെയ്യാൻ വേണ്ടി പ്രമുഖരായ ശാന്തിമാരുടെയും നേതൃത്വത്തിൽ നടക്കുകയാണ്. 15 ശേഷം 6 ദിവസം മഹോത്സവവും തുടർന്ന് 22-ാം തീയതിയോടുകൂടി ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കുകയും ചെയ്യും. കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ ഏറ്റവും പഴക്കം ചെന്നതും പ്രാധാന്യമുള്ളതുമായ ഈ ചൊവ്വ ശിവക്ഷേത്രത്തിൽ നവീകരണ കലശം ഈ കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും ഭക്തജനങ്ങളുടെയും ഒരു ഉത്സവമാക്കി മാറ്റണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നവീകരണ കലശത്തോടൊപ്പം തന്നെ ഈ മഹാശിവക്ഷേത്രത്തിൻ്റെ പുനഃപ്രവൃത്തികൾ, നിർമ്മാണ പ്രവൃത്തികൾ വലിയ തോതിൽ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി മുഴുവൻ ഭക്തജനങ്ങളുടെയും കയ്യയച്ച സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊരു വലിയ വിജയമാക്കി തീർക്കാൻ ഈ ചൊവ്വ ശിവക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷം തന്നെ ഏറ്റവും നല്ല ഒരു ക്ഷേത്രമായി കേരളത്തിനകത്ത് അറിയപ്പെടുന്ന രീതിയിലേക്ക് മാറ്റി തീർക്കാനും നമുക്ക് കഴിയുന്ന രീതിയിലേക്ക് ഭക്തജനങ്ങൾ ഞങ്ങളോട് സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെ കാർമ്മികത്വത്തിൽ കലശപൂജകൾ, താന്ത്രിക പൂജകൾ, വിശേഷാൽ പൂജകൾ, വിവിധ വഴിപാടുകൾ എന്നിവയും നടക്കും. സാംസ്കാരിക സദസ്സും പ്രഭാഷണങ്ങളും വിവിധ കലാപരിപാടികളും പ്രസാദ സദ്യ എന്നിവയടക്കം ഉണ്ടായിരിക്കും. ഫെബ്രുവരി 17 വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം തിരുമഹോത്സവം കൊടിയേറും. ഫെബ്രുവരി 22 ആറാട്ടോടുകൂടി ഉത്സവത്തിന് സമാപനമാവും. നമ്മുടെ ചൊവ്വയിൽ മഹാശിവക്ഷേത്രത്തെ ഭഗവാന്റെ ചൈതന്യം വർദ്ധിപ്പിക്കൽ മാത്രമല്ല, ഈ നാടിൻ്റെയും ഈ നാട്ടിലെ ഭക്തരുടെയും ജനങ്ങളെ ആകെ തന്നെയും ഉന്നതിക്ക് വേണ്ടി നടത്തുന്ന ഒരു മഹായജ്ഞമാണ് ഈ നവീകരണ കലശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 17 വരെയുള്ള ദിവസങ്ങളിലായി നടക്കുന്ന മഹാമൃത്യുഞ്ജയ ഹോമം ഉൾപ്പെടെയുള്ള വളരെ ശ്രേഷ്ഠമായിട്ടുള്ള വിവിധ പൂജകളാണ് ഇതിൻ്റെ ഭാഗമായി ഇവിടെ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വിദേശ മദ്യവുമായി മധ്യവയസ്കൻ അറസ്റ്റിൽ. തളിപ്പറമ്പ് സർക്കിളിൽ നടത്തിയ പരിശോധനയിലാണ് 7 കുപ്പി വിദേശ മദ്യവും 6 കുപ്പി ബിയറുമായി മധ്യവയസ്കൻ പിടിയിലായത്. തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ പ്രിവൻറ്റീവ് ഓഫീസർ അഷ്റഫ് മലപ്പട്ടവും സംഘവും ചെക്കിക്കുളം ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് പള്ളിമുക്ക് സ്വദേശി മുരളീധരൻ അറസ്റ്റിലായത്. ഇയാൾക്കെതിരെ അബ്കാരി ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. എക്സൈസ് ഡിവിഷൻ തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ പ്രിവൻറ്റീവ് ഓഫീസർ അഷറഫ് മലപ്പട്ടവും പാർട്ടിയും ചെക്കിക്കുളം ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് 3.5 ലിറ്റർ വിദേശ മദ്യവും 3.9 ലിറ്റർ ബിയറും കൈവശം വെച്ച് സൂക്ഷിച്ച കുറ്റത്തിന് പള്ളിമുക്ക് സ്വദേശി മുരളീധരൻ എന്നയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ അബ്കാരി ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. റെയ്ഡിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്രീകാന്ത് TV, കലേഷ് M, ഡ്രൈവർ അജിത്ത് തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു. പിടികിട്ടാപ്പുള്ളി പോണ്ടിച്ചേരി സ്വദേശി അറസ്റ്റിൽ. 20 വർഷമായി ഒളിവിൽ കഴിഞ്ഞുവന്ന പോണ്ടിച്ചേരി കടലൂർ സ്വദേശി ഗണേഷിനെയാണ് കണ്ണവം പോലീസ് പിടികൂടിയത്. 2002 കൂത്തുപറമ്പ് നിർമ്മലഗിരിയിൽ വെച്ച് നടന്ന അപകടത്തിൽ ഗണേശൻ ഓടിച്ചിരുന്ന ലോറി ഇടിച്ച് 3 പേർ മരിച്ചിരുന്നു. ഈ കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നത്. 20 വർഷമായി ഒളിവിൽ കഴിഞ്ഞുവന്ന പിടികിട്ടാപ്പുള്ളി പോണ്ടിച്ചേരി കടലൂർ സ്വദേശി ഗണേഷിനെയാണ് കണ്ണവം പോലീസ് പിടികൂടിയത്. 2002 കൂത്തുപറമ്പ് നിർമ്മലഗിരിയിൽ വെച്ച് നടന്ന അപകടത്തിൽ ഗണേശൻ ഓടിച്ചിരുന്ന ലോറി ഇടിച്ച് 3 പേർ മരണപ്പെട്ട സംഭവം കണ്ണപുരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് 20 വർഷത്തിനു ശേഷം ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി കോടതിയിൽ ഹാജരാവാതെ പോണ്ടിച്ചേരി, തമിഴ്നാട് എന്നീ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. നിരവധി തവണ കോടതിയിൽ ഹാജരാകാതിരുന്ന പ്രതിക്കെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. പിന്നീട് 2009 കോടതി ഇയാളെ പിടികിട്ടാപ്പുള്ളി
പ്രതിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. ദീർഘനാളത്തെ പരിശ്രമത്തിനൊടുവിലാണ് പ്രതിയുടെ ഒളി സങ്കേതത്തെക്കുറിച്ച് കണ്ണവം പോലീസിന് വിവരം ലഭിച്ചത്. തുടർന്ന് കൂടുതൽ അന്വേഷണം നടത്തി പ്രതിയെ പിടിക്കുന്നതിന് കണ്ണവം SHO ജിതേഷിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘമാണ് പോണ്ടിച്ചേരിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. പ്രിൻസിപ്പൽ SI വിപിൻ, സീനിയർ CPO ജിതേഷ് തെക്കുംപാടൻ, CPOമാരായ പ്രജിത്ത് കണ്ണിപ്പൊയിൽ, നിസാമുദ്ദീൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ പനങ്കാവ് മാതാ അമൃതാനന്ദമയി മഠത്തിൽ വിജയദശമിയോടനുബന്ധിച്ച് സ്വാമിജിയുടെ നേതൃത്വത്തിൽ ഭജനയും പ്രസാദ വിതരണവും നടന്നു. ചിന്മയ മിഷൻ കണ്ണൂരിന്റെ ആഭിമുഖ്യത്തിൽ സ്വാമിനി വിമലാനന്ദയുടെ പ്രഭാഷണ പരമ്പര ഒക്ടോബർ 26 മുതൽ 29 വരെ കണ്ണൂർ സാധു കല്യാണ മണ്ഡപത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പ്രസ് ക്ലബ്ബിൽ അറിയിച്ചു. 26 വൈകുന്നേരം 6 മണിക്ക് പ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ നിർവഹിക്കും. പരിപാടിയുടെ ഭാഗമായി 27 മുതൽ 29 വരെ ഫേസിംഗ് ഫിയർ പ്രോഗ്രാമും പരിപാടിയുടെ ഭാഗമായി നടക്കും. ഷുവർ മന്ത്ര ഫോർ സക്സസ് SMS എന്നുള്ള ഒരു വിഷയത്തിൽ ഭഗവത്ഗീതയിലെ തിരഞ്ഞെടുത്ത ചില ശ്ലോകങ്ങളെ ആസ്പദമാക്കി ആണ് ഈ പ്രഭാഷണ പരമ്പര നടത്തുന്നത്. രാവിലെ ഫേസിംഗ് ഫിയർ എന്ന വിഷയത്തെക്കുറിച്ച് ചിന്മയ ബാലഭവനിൽ 27, 28, 29 തീയതി രാവിലെ 7 മുതൽ 8 മണി വരെയുള്ള പ്രഭാഷണം നടക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ 29 തീയതി സാധു കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഹാപ്പി പാരൻറ്റിംഗ് എന്ന വിഷയത്തിൽ ഇന്ന് മാതാപിതാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവരുടെ കുട്ടികളെയും പേരക്കുട്ടികളെയും വളർത്തുന്ന രീതിയിൽ വരുന്ന അപാകതകളും അതിൻ്റെ വിഷമങ്ങൾ എങ്ങനെ നേരിടാം എന്നുള്ള വിഷയത്തെക്കുറിച്ച് സ്വാമിനി രാവിലെ 10 മുതൽ 11:30 വരെ ഉള്ള ഒരു ക്ലാസ് നടത്തുന്നതായിരിക്കും. 26 തീയതി ജില്ലാ കളക്ടർ ആണ് ഈ പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്തത്. ഭയത്തെ നേരിടാൻ വേണ്ടിയുള്ള ഫേസിംഗ് ഫിയർ പ്രോഗ്രാം രാവിലെ 7 മണി മുതൽ 8 മണി വരെ ചിന്മയ ബാലഭവനിൽ നടക്കും. 29 രാവിലെ 10 മണി മുതൽ 11:30 വരെ മാതാപിതാക്കൾക്കായി ഹാപ്പി പാരന്റിംഗ് എന്ന വിഷയത്തിൽ ക്ലാസും നടക്കും. വാർത്താ സമ്മേളനത്തിൽ കണ്ണൂർ ചിന്മയ മിഷൻ ഭാരവാഹികളായ KK രാജൻ, മഹേഷ് ചന്ദ്ര ബാലിക, പ്രൊഫസർ CP ശ്രീനാഥ്, വിനീഷ് രാജഗോപാൽ, K മോഹനൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5655 രൂപ, പവന് 45,240 രൂപ, വെള്ളി 78 രൂപ. അറിയിപ്പ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മലയോര മേഖലകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഒക്ടോബർ 25 മുതൽ 28 വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, കർണാടക തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ മണിക്കൂറിൽ 115-125 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 135 കിലോമീറ്റർ വരെയും വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റ് നിലനിൽക്കുന്നുണ്ട്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് വിജയദശമി. അറിവിന്റെ ലോകത്തേക്ക് അക്ഷരപൂജയുടെ പുണ്യവുമായി ഹരിശ്രീ കുറിച്ച് കുരുന്നുകൾ. ജില്ലയിൽ വിവിധയിടങ്ങളിൽ വിദ്യാരംഭ ചടങ്ങുകൾ. പെൺകുട്ടികൾക്കായി സ്വയരക്ഷാ പരിശീലന പരിപാടി ആർച്ച. പഠിതാക്കളായി കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയേഴ്സ്.
പിടികിട്ടാപ്പുള്ളി 20 വർഷത്തിന് ശേഷം പിടിയിൽ. പോണ്ടിച്ചേരി സ്വദേശി ഗണേഷിനെ വലയിലാക്കിയത് കണവം പോലീസ്. അറസ്റ്റ് 3 പേരെ ലോറിയിടിച്ച കേസിൽ. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.